ടൊവിനോ തോമസ്, ദർശന, ബേസിൽ ജോസഫ്, അർജുൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വിനീത് കുമാർ സംവിധാനം ചെയ്ത സിനിമയാണ് ഡിയർ ഫ്രണ്ട്. സിനിമ കണ്ടപ്പോഴുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഐ കൈൻഡ് ഓഫ് ലൈക്ഡ് ഇറ്റ്. ഓൾസോ ദ വേ ഓഫ് പ്രസന്റേഷൻ വാസ് ടു ഗുഡ്. സൗഹൃദവും പ്രണയവും ഒരൽപ്പം മിസ്റ്ററിയും ഇടകലർന്ന കഥാഗതി തിയേറ്ററിൽ സാമാന്യം ഭേദപ്പെട്ട അനുഭവമായിരുന്നു എനിക്ക് നൽകിയത്. കഥയിലേക്ക് കടന്നാൽ വിനോദ്, ശ്യാം, സജിത്, അർജുൻ, കാമുകി ജന്നത്ത് എന്നിങ്ങനെ 4 സുഹൃത്തുക്കൾ ഒരു സ്റ്റാർട്ടപ്പ് ആപ്പിനായിട്ടുള്ള ഫണ്ടിംഗ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവർ. തുടർന്ന് അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന ഒരു അപ്രതീക്ഷിത സംഭവവും അതിന്റെ തുടർച്ചയുമാണ് ഡിയർ ഫ്രണ്ട് എന്ന സിനിമ പറയുന്നത്. ഒരൽപ്പം സാവധാനത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എന്റർടൈനർ പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് കല്ലുകടിയാവുന്നുണ്ടെങ്കിലും സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുടെയും ഇമോഷൻസ്, അവരുടെ സൗഹൃദത്തിന്റെ ഡെപ്ത് എല്ലാം കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കഥ വികസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുടെ ഇമോഷണൽ വേരിയേഷൻസ്, അവരുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം പ്രേക്ഷകർക്കും കണക്റ്റ് ആവുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ നല്ലൊരു ഫീൽ തരാൻ സിനിമയ്ക്ക് സാധിച്ചു, പ്രത്യേകിച്ച് അവരുടെ സൗഹൃദം. പക്ഷേ ക്ലൈമാക്സിൽ അത് നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പേഴ്സണൽ അഭിപ്രായം. നൗ കമ്മിങ് ടു പെർഫോമൻസസ്. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ടൊവിനോ തോമസിനെ തന്നെയാണ്. കാണുമ്പോൾ സിമ്പിളായും എന്നാൽ മൾട്ടി ലെയർഡായ വിനോദ് എന്ന കഥാപാത്രം വളരെ കൈയടക്കത്തോടെയാണ് ടൊവിനോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ദർശനയുടെ പ്രകടനവും മികച്ചു നിന്നു. എസ്പെഷ്യലി ഡയലോഗ് ഡെലിവറി എല്ലാം വളരെ നാച്ചുറലായിരുന്നു. അർജുൻ, ബേസിൽ, ശ്രീനാഥ് എന്നിവരും അവരുടെ ക്യാരക്ടേഴ്സിനെ ജസ്റ്റിഫൈ ചെയ്തു. വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും ജാഫർ ഇടുക്കി വാസ് എക്സലന്റ്. കമ്മിങ് ടു ദ ടെക്നിക്കൽ ആസ്പെക്ട്സ്. ആദ്യ സിനിമയിൽ നിന്നും വ്യത്യസ്തമായ ആഖ്യാന രീതിയാണ് വിനീത് കുമാർ എന്ന സംവിധായകൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് അദ്ദേഹം മനോഹരമായി ചെയ്യുകയും ചെയ്തു. കഥാപാത്രങ്ങളെ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. അർജുൻ, ഷറഫു, സുഹാസ് എന്നിവരാണ് കഥ ഒരുക്കിയിരിക്കുന്നത്. വിനോദ് എന്ന കഥാപാത്രത്തെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തിരക്കഥ ശ്രമിച്ചിട്ടില്ല എന്നത് ഒരു നെഗറ്റീവായി അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ കഥാന്ത്യത്തിൽ അതുവരെ ഉണ്ടാക്കിയിരുന്ന ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാത്തതായും തോന്നി. ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രാഫി വാസ് ഗുഡ്. രാത്രി ദൃശ്യങ്ങളെല്ലാം മനോഹരമായിരുന്നു. എഡിറ്റിംഗ് ബൈ ദീപു ജോസഫ് വാസ് ഡീസന്റ്. പാസ്റ്റ് പ്രസന്റ് സ്റ്റോറീസ് ഒക്കെ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയൊക്കെ നന്നായിരുന്നു. ജസ്റ്റിൻ വർഗീസ് ആണ് മ്യൂസിക് വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്. കഥയുടെ മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ BGM വളരെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫൈനൽ വെർഡിക്റ്റ്. ഡിയർ ഫ്രണ്ട് ഈസ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. ഒരു എന്റർടൈനർ എന്ന നിലയിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഡിയർ ഫ്രണ്ടിന് സാധിക്കില്ല. എങ്കിലും സോളിഡ് പെർഫോമൻസ്, നല്ലൊരു കഥാപരിസരം, ഒരു ഡിഫറൻറ്റ് അറ്റംപ്റ്റ് എന്നിവ നിങ്ങളെ തൃപ്തിപ്പെടുത്തുമെങ്കിൽ ഡിയർ ഫ്രണ്ട് വിൽ ഗിവ് യു എ ഡീസന്റ് എക്സ്പീരിയൻസ്. ഈ സിനിമ കണ്ടിട്ടുള്ളവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.